ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുളസിയാണെങ്കിൽ വല്ലാത്തൊരു പിരിമുറുക്കത്തിലാണ്. കാരണം മീനാക്ഷി ഹോസ്പിറ്റലിലേക്ക് ഇൻസെമിനേഷന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണല്ലോ. അങ്ങനെ മഞ്ജു ആണെങ്കിൽ ഈ ഒരു പിരിമുറുക്കത്തിനിടയിലൂടെ വരാനിരിക്കുന്ന കുറേയേറെ ഭവിഷ്യത്തുക്കളെക്കുറിച്ചും അതുപോലെ മീനുവിന് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് തുളസിയെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പറയുന്നു. ഈ സമയം തുളസി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നീ ഇന്ന് കത്തിച്ച് കളഞ്ഞേക്ക്, വെറുതെ ഇവിടെ നിന്നും എന്നെ പിരിമുറുക്കാതെ എഴുന്നേറ്റ് പോകാനൊക്കെ ആയിട്ട് പറയാണ്. അച്ഛ, നാട്ടുകാരോട് എന്ത് പറയും, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ തുളസിയെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ദേഷ്യത്തോടെ അയാളാണെങ്കിൽ കഴിക്കുന്നതിനിടയിൽ എഴുന്നേറ്റ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുകുന്ദനും പ്രതാപനും കൃഷ്ണയും അങ്കിതയും എല്ലാവരും ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇൻസെമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു മാസത്തിനകം മുകുന്ദേട്ടൻ അച്ഛനാകുമെന്ന് കൃഷ്ണ പറയുമ്പോൾ ഇത് കേട്ട് അങ്കിതയ്ക്ക് ടെൻഷനാവുന്നു. അപ്പം ഞാനോ എന്നിങ്ങനെ അങ്കിത കൃഷ്ണയോട് ചോദിക്കുമ്പോൾ അല്ല, ചേച്ചി അമ്മയാകുമെന്ന് പറയുന്നു. പിന്നീട് അവിടെ ചന്ദ്രമോഹൻ എത്തുന്നുണ്ട്. അയാളാണെന്ന് തോന്നുന്നു. അങ്ങനെ ചന്ദ്രമോഹൻ അകത്തേക്ക് വരുമ്പോൾ, ഭക്ഷണം കഴിക്കുന്ന സമയത്താണോ ഞാൻ എത്തിയത്, സോറി, ഞാൻ ഹാളിൽ ഇരുന്നോളാം എന്ന് പറയുമ്പോൾ, വെറുതെ പോസ് കാണിക്കാതെ ഇരിക്കാൻ നോക്കണേ എന്നൊക്കെ പ്രതാപൻ പറയുന്നു. ആരാണ് മീനാക്ഷിയുടെ കൂടെയുള്ളതൊക്കെ ചോദിക്കുമ്പോൾ മീനാക്ഷിയുടെ അമ്മ പ്രസന്നയുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു മാസത്തിനകം കാര്യങ്ങൾ എന്തായെന്ന് അറിയാൻ പറ്റുമെന്നും പറയുന്നു. എന്തായാലും മുകുന്ദാണെങ്കിൽ ഒത്തിരി സന്തോഷത്തിലാണ്. അച്ഛനാകാൻ പോകുന്നതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും അയാളുടെ മുഖത്തുണ്ട്. പിന്നീട് മുകുന്ദും അങ്കിതയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയം മുകുന്ദ് പറയുന്നു, ഒരു കുഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. ആഹാ, എത്ര മനോഹരമായ നിമിഷങ്ങളായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അങ്കിതയ്ക്കാണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. അവർ ചോദിക്കുകയാണ്, മുകുന്ദന് ഇപ്പം തന്നെ എക്സൈറ്റ്മെൻറ്റ് തുടങ്ങിയോ, ഇനി മുകുന്ദൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് വന്നാൽ ഞാൻ ഒന്നുമില്ലാതെ ആകുമോ, എന്നെ മറക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്, തനിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ ഈ പ്രോസസ്സ് നടക്കുന്നതിലൂടെ എന്ന് ചോദിക്കുമ്പോൾ അങ്കിത പറയുന്നുണ്ട്, അല്ല, എല്ലാം കൊണ്ടും മുകുന്ദിൻ്റെ ഫസ്റ്റ് ഞാനായിരിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ, ഒരു കുഞ്ഞ് നമുക്കിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഫസ്റ്റ് ചോയ്സ് താൻ തന്നെയായിരിക്കും. നമുക്കിടയിൽ ഒരുപാട് മൗനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കുഞ്ഞു വരികയാണെങ്കിൽ താൻ അതിൻ്റെ അമ്മ, ഞാനതിൻ്റെ അച്ഛൻ. അപ്പം പിന്നെ നമുക്കിടയിൽ എന്തൊക്കെ പറയാനുണ്ടാകും. ആ കുഞ്ഞിൻ്റെ കൊഞ്ചൽ, കളി, ചിരി, കരച്ചിൽ, അങ്ങനെ ഒരുപാട്. നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിയാൻ പോവല്ലേ. മാത്രമല്ല, ഞാൻ ബിസിനസ് ടൂറിലാവുന്ന സമയത്ത് തനിക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടില്ല. ആ കുഞ്ഞ് തൻ്റെ കൂടെ തന്നെ ആയിരിക്കില്ലേ, തൻ്റെ കുഞ്ഞാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്കിതയെ സമാധാനിപ്പിക്കുന്നു. അവർ കരയുന്നുണ്ട്. അങ്ങനെ സമാധാനത്തോടു കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് അങ്കിത ചോദിക്കുകയാണ്, നമ്മൾ അച്ഛനും അമ്മയും ആകാൻ പോകുന്നു അല്ലേ, ഒരു മാസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും അറിയുമല്ലേ. അങ്ങനെ മുകുന്ദും അങ്കിതയും ഒരുപാട് എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ്. അങ്ങനെ ചന്ദ്രമോഹനാണെങ്കിൽ മീനാക്ഷിക്ക് കഴിക്കാനായിട്ടുള്ള കുറച്ച് പ്രോട്ടീൻ പൗഡറും മറ്റുമായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. കൂടെ തന്നെ കൊടുക്കാനുള്ള ബാക്കി തുകയും. അങ്ങനെ ഇയാളെ കാണുമ്പോൾ തന്നെ തുളസിക്ക് ദേഷ്യം വരുന്നുണ്ട്. വന്നോ, കാര്യം കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് വരില്ല എന്ന് കരുതിയതാണ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്തസ്സില്ലാത്തവനല്ല. വലിയ അന്തസ്സുള്ള കാര്യമാണല്ലോ ചെയ്തിരിക്കുന്നത്, കണ്ടവൻ്റെ കുത്തി വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുളസിയാണെങ്കിൽ ദേഷ്യപ്പെടുന്നു. ചേട്ടാ, ഇതിനുള്ള മറുപടി എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ടല്ല, എനിക്ക് കാണേണ്ടത് മീനാക്ഷിയാണെന്ന് പറയുന്നു. അങ്ങനെ മീനുവിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഞാനെല്ലാം കേട്ടിരുന്നു. മീനാക്ഷിയാണെങ്കിൽ അയാളെ അകത്തേക്ക് വിളിച്ചിരുത്തുന്നു. അതെ മോളെ, ഇത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ ലേഹ്യവും മറ്റുമാണ്, പ്രോട്ടീൻ പൗഡറും. ഇനി ഗർഭിണിയായിരിക്കുന്ന താൻ ഇത് വേണം കഴിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ, ഗർഭിണി എന്നുള്ള വാക്ക് ഒഴിവാക്കിക്കൂടെ, കല്യാണം പോലെ കഴിക്കാത്ത ഞാൻ ഗർഭിണി എന്നിങ്ങനെ പറഞ്ഞ് മീനാക്ഷിയാണെങ്കിൽ വിഷമിക്കുന്നു. അത് പിന്നെ ദൈവം എല്ലാം തന്നെ കാണുന്നുണ്ട്. എന്തായാലും മാനസികമായിട്ടും തയ്യാറായിരിക്കണമെന്ന് പറയുമ്പോൾ സറോഗേറ്റ് മദർ എന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ മീനാക്ഷി ചോദിക്കുന്നു. ഇനിയിപ്പോൾ അതേ ചൊല്ലിയൊന്നും വേണ്ട, ഞാൻ ബാക്കി തുകയും കൂടി തരാനായിട്ടാണ് വന്നത്, എഗ്രിമെൻ്റ് ഇല്ലേ എന്ന് തുളസി ചോദിക്കുമ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്, എന്തായാലും എല്ലാവരെയും വിളിക്കണമെന്ന് പറയുന്നു. പ്രസന്ന അങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും മഞ്ജു ആണെങ്കിൽ വരുന്നില്ല. എവിടെ ഇളയ കുട്ടി, അവൾ വരില്ല, അവൾ കുറച്ച് അഭിമാനിയാണെന്ന് പറയുമ്പോൾ, ഇതിൻ്റെ പേര് അഭിമാനമെന്നല്ല ദുരഭിമാനമാണെന്ന് പറയുന്നു. ചന്ദ്രമോഹൻ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, എവിടെയാണ് ഒപ്പിട്ട് തരേണ്ടത് അത് പറഞ്ഞാൽ മതി, ആദ്യം വായിച്ചു നോക്കണമെന്ന് തുളസിയോടും പ്രസന്നയോടും മീനാക്ഷിയോടും ചന്ദ്രമോഹൻ പറയുന്നുണ്ട്. എനിക്കൊന്നും വായിക്കണ്ട, പക്ഷേ മീനാക്ഷി ഉറപ്പായിട്ടും ഇത് വായിച്ചിരിക്കണമെന്ന് പറയുകയാണ്. പിന്നീട് മീനു വായിക്കുന്നുണ്ട്. അതിനുശേഷം ഒപ്പിടാനായിട്ട് പറയുകയാണ്. അങ്ങനെ മീനാക്ഷിയാണെങ്കിൽ പ്രസന്നയുടെയും തുളസിയോടും മുഖത്തേക്ക് നോക്കുമ്പോൾ അവരാണെങ്കിൽ ആകെ ദേഷ്യത്തിലും സങ്കടത്തിലുമാണ്. ഒപ്പിടറ്റാച്ചാന്ന് ചോദിക്കുമ്പോൾ, എന്താന്ന് വെച്ചാൽ കാണിച്ചോ, ഒപ്പിട്, എന്താന്ന് വെച്ചാൽ. അങ്ങനെ മീനാക്ഷിയാണെങ്കിൽ അധികം ഒന്നും മെയിൻ ചെയ്യാതെ അത് ഒപ്പിടുന്നു. പിന്നീട് തുളസിയും പ്രസന്നയും ഒപ്പിടുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള 3 ലക്ഷം രൂപ ചന്ദ്രമോഹൻ തുളസിയുടെ കൈ കൊടുക്കുമ്പോൾ, എനിക്കൊന്നും വേണ്ട ഈ പൈസ, ആരാണോ ഇതിനൊക്കെ സമ്മതിച്ചത് അവരുടെ കൈ തന്നെ കൊടുത്താൽ മതി എന്ന് പറയുന്നു. പിന്നീട് അത് നേരെ ചന്ദ്രമോഹൻ മീനാക്ഷിയുടെ കയ്യിലേക്ക് നീട്ടുകയാണ്. അവളാണെങ്കിൽ അത് വാങ്ങുന്നുണ്ട്. എന്നിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ആ പൈസ നോക്കുകയാണ്. അങ്ങനെ തുളസിയോട് ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തത് ഒരു സൽക്രമമാണ്, അല്ലാതെ ഒരിക്കലും ദുരഭിമാനമായിട്ടുള്ള ഒരു പ്രവർത്തനമല്ല. ഒരു കുഞ്ഞിനെ ഒരാൾക്ക്
ഏറെ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഒരാൾക്ക് കൊടുക്കുന്നു അത്രമാത്രം എന്നൊക്കെ പറയുമ്പോഴും തുളസിയുടെയും പ്രസന്നയുടെയും മുഖമൊന്നും വല്ലാതെ പ്രകാശിക്കുന്നില്ല. എങ്കിൽ കൂടി മീനാക്ഷി സന്തോഷവതിയാണ്. അങ്ങനെ 1 മാസത്തിനകം മീനാക്ഷി അമ്മയാകുമെന്നുള്ള വാർത്ത ചന്ദ്രമോഹൻ മീനാക്ഷിയോട് പറയുമ്പോൾ മീനാക്ഷിയുടെ മുഖമൊക്കെ തന്നെ പ്രസരിപ്പോട് കൂടിയിട്ട് നിൽക്കുകയാണ്. മുഖത്ത് ഇവിടെയുണ്ടോ എന്നൊക്കെ മീനാക്ഷി അന്വേഷിക്കുന്നു. ഇത് കേട്ടിട്ട് ചന്ദ്രമോഹൻ പറയുകയാണ്, ഇല്ല, അയാൾ ഇവിടെ നിൽക്കില്ല, മറ്റ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് പറയുന്നു. എന്തായാലും താൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമോഹനാണെങ്കിൽ അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കുന്ന നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട് ബൈ ബൈ.